മിക്ക ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ബീയിങ് പോസിറ്റീവ് ഓൾ ദ ടൈം. പക്ഷേ അത് മാത്രം പോരാ. വെൽക്കം ബാക്ക് ടു another വീഡിയോ ഗൈസ്. മൈ നെയിം ഇസ് സനാഷ്. ഇന്നത്തെ വീഡിയോയിൽ വിൽ ബി ടോക്കിംഗ് അബൌട്ട് വാട്ട് ആർ ദോസ് 3 എലമെന്റ്സ് ദാറ്റ് യു ആക്ച്വലി നീഡ് ടു ബ്രിങ് ദോസ് മാനിഫെസ്റ്റേഷൻ ഇൻ ടു റിയാലിറ്റി. കൂടുതലാരും പറഞ്ഞുതരാത്ത അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇറ്റ്സ് മോർ ലൈക്ക് ബ്രേക്കിംഗ് ഡൗൺ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെയാണ് ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഫോം ചെയ്യുക എന്നൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് വാട്ട് ദ നെപ്പോളിയൻ ഹിൽ സേസ്, വാട്ട് എവർ യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് it can achieve. There are process that you need to break down into different process that makes up the complete process possible. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് മോർ ലൈക്ക് വാട്ടർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഓക്സിജൻ പിന്നെ ഹൈഡ്രജനും ഓക്സിജനോട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാട്ടർ ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ മൊബൈൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അത് മെറ്റൽസ് ആവും, മെറ്റൽസിൽ നിന്ന് വേറെ കുറേ എലമെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവണമെങ്കിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു പ്രോപ്പർ ബ്ലൂ പ്രിൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സോ ദാറ്റ് യു ക്യാൻ യൂസ് ദം ഇൻ ടു യുവർ ലൈഫ്. നിങ്ങൾക്ക് ആ നിങ്ങളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗോൾസ്, കരിയറിലാണോ, മണി മേക്കിങ്ങിലാണോ, സ്റ്റഡീസിലാണോ, എന്താണോ നിങ്ങളുടെ ഗോൾസിന് വേണ്ടത്, അതെങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സംടൈംസ് യു വുഡ് ഫീൽ ലൈക്ക് യു ഹാവ് ദ തിങ്സ് അണ്ടർ കൺട്രോൾ. എല്ലാം നിങ്ങൾ കൺട്രോളിലാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഗോളിലോട്ട് എത്തേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടാവും, നിങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എന്തോ ഒരു റീസൺ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല. വിൽ ഗെറ്റ് ഇൻ ടു വാട്ട് ആർ ദോസ് 3 എലമെന്റ്സ്. ആ 3 എലമെന്റ്സിൽ ഏറ്റവും ആദ്യത്തെ എലമെന്റ് ആയിട്ട് വരുന്ന ബിലീഫിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. യുവർ ബിലീഫ് ആക്ച്വലി ക്രിയേറ്റ്സ് യുവർ റിയാലിറ്റി. നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് രീതിയിലാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് രീതിയിൽ ഏതൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നത്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ റിയാലിറ്റി ഫോം ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാരൻസിൻ്റെ അടുത്ത് കരഞ്ഞു പറയുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ പറയുക, അങ്ങനെ ചോദിക്കുമ്പോൾ സംടൈംസ് ദേ വുഡ് സേ ചിലപ്പോൾ പൈസ ഇല്ല, അല്ലെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ യു വുഡ് ലേറ്റർ ഓൺ സ്റ്റാർട്ട് സീയിങ് മണി ആസ് എ നെഗറ്റീവ് തിങ്. നിങ്ങൾ ആ പൈസ കാണുമ്പോൾ ഒരു നെഗറ്റീവ് രീതിയിലായിരിക്കും നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ആ രീതിയിലായിരിക്കും പൈസ വരിക. ഓക്കെ, സോ നിങ്ങൾ ഏത് രീതിയിലാണോ ഒരു കാര്യങ്ങൾ കാണുക, ആ രീതിയിലാണ് നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങുക. ഇതിപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ദർ ഇസ് സംതിങ് കോൾഡ് വൈബ്രേറ്ററി എൻലൈറ്റ്മെൻറ്റ്. ഇത് വൈബ്രേറ്ററി എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഡിസയർ എന്ന് പറയുന്നത്, സപ്പോസ് ഇറ്റ് ഈസ് എ 50K പെർ മന്ത്. ഓക്കെ, നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50K പെർ മന്ത് ആയിരിക്കും. ബട്ട് നമ്മളെ ബിലീഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക 10K 20K, നമുക്ക് ഇത്രയും പറ്റുള്ളൂ എന്നൊരു ബിലീഫ് ആണെങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് ദാറ്റ് 50K പെർ മന്ത്. ബിക്കോസ് നമ്മളുടെ ബിലീഫ് ഒരു 10K 20K അല്ലേ. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു 50K എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയറിലോട്ട് എത്താൻ പറ്റുക? സോ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ബിലീഫ് എപ്പോഴും നമ്മളുടെ ഡിസയർ എന്താണോ ആ ഒരു അതേ ലെവലിൽ വേണം നമ്മളുടെ ബിലീഫ് ഉണ്ടെങ്കിൽ. ഇഫ് യു വോണ്ട് ടു മേക്ക് 50K പെർ മന്ത്, നമുക്ക് ആ ഒരു ബിലീഫ് വേണം, നമുക്ക് 50K പറ്റും അല്ലെങ്കിൽ അതിനപ്പുറം പറ്റും എന്നുള്ളൊരു ബിലീഫ് ഉണ്ടെങ്കിലേ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റീപ്രോഗ്രാം ദോസ് തിങ്സ്. നിങ്ങൾ ആ തുടക്കത്തിൽ പൈസനെ പറ്റി ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് സൈഡ് ഇമ്പാക്റ്റ് ആണെങ്കിൽ ആ തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് യു ഹാവ് ടു റീപ്രോഗ്രാം ഇറ്റ് അക്കോർഡിംഗ്ലി. അതേപോലെ തന്നെ നിങ്ങൾ ആ ഓരോ കാര്യങ്ങൾ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ യു ഹാവ് ടു നോ വാട്ട് ഈസ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്. നിങ്ങൾക്ക് ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇത്ര പറ്റുള്ളൂ, നിങ്ങൾക്ക് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ബിലീവ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ റീപ്രോഗ്രാം ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പം എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ ഐ യൂസ് ടു ഹാവ് എ ബിലീവ് ലൈക്ക് എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. യൂസ് ടു ബി എ ലിമിറ്റിംഗ് ബിലീഫ് ഓഫ് മൈൻഡ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ റീപ്രോഗ്രാം ചെയ്തെടുത്താണ്. അപ്പോൾ ലൈക്ക് ഞാനത് ഓവർകം ചെയ്ത് അത് മാറ്റിയെടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഐ ട്രീറ്റ് ദിസ് ക്യാമറ ജസ്റ്റ് ലൈക്ക് മൈ ഫ്രണ്ട്. ഇപ്പോൾ ഞാനൊരു ഫ്രണ്ട് എന്ന രീതിയിലാണ് ഈ ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പേടി ഇപ്പം ഇല്ലാത്ത. അതുകൊണ്ട് ഐ കുഡ് ഓവർകം ദോസ് ലിമിറ്റിംഗ് ബിലീഫ്. ഇപ്പോൾ ഞാൻ വേറെ ലിമിറ്റിംഗ് ബിലീഫ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇതേപോലെ പറയണ പോലെ ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഇൻ ടു കുറേ ആൾക്കാർ ഗ്രൂപ്പിൽ കയറിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയൊരു ഓഡിയൻസിന് മുന്നിൽ എനിക്കിപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ പറയണ പോലെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട് എനിക്ക്. സോ അപ്പോൾ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഇപ്പോൾ ഞാനത് ഓവർകം ചെയ്യണമെങ്കിൽ ഐ ഷുഡ് നോ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു പേടിയുള്ളതെന്ന് ഞാൻ അറിയണം. ഐ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് മൈസെൽഫ്. ഇപ്പോൾ ഞാൻ കുറേ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ
എനിക്ക് കൂടുതൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമറ ആകുമ്പോൾ നമുക്ക് ഇതിൽ മുന്നിൽ നോക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ വി കുഡ് പോസ് ഇറ്റ്, നമുക്കത് പോസ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക, പുതിയ വീഡിയോ എടുക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ബട്ട് ഒരു വലിയൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ തെറ്റി, കുറേ പേര് അറിയും. അപ്പം നമുക്ക് ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ആ ഒരു ലിമിറ്റിങ് ഉള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ കുറേ ആലോചിച്ചപ്പോൾ. അപ്പോൾ ആ ഒരു കാര്യം ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എപ്പോഴാണ് തെറ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നോളേജ് ഇല്ലെങ്കിലാണ് നമുക്ക് തെറ്റുക. അപ്പോൾ യുവർ റോൾ ഈസ് ടു ഗെയിൻ മാക്സിമം നോളേജ്. അതേപോലെ തന്നെ ടെൻഷൻസ് കുറക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുമ്പോൾ യു വോണ്ട് ഹാവ് എനി മിസ്റ്റേക്സ് വെൻ യു സ്പീക്ക്. അതാണല്ലോ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ ലിമിറ്റിംഗ് ബിലീവ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ, അതെങ്ങനെയാണ് ഓവർകം ചെയ്ത് ബെറ്റർ ആക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു കാര്യം ആക്സസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു എലമെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ബിലീഫ് എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ബിലീവ് വർക്കൗട്ട് ആയില്ലെങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു ബ്രിങ് ദോസ് തിങ്സ് ഇൻ ടു റിയാലിറ്റി, ജസ്റ്റ് ലൈക്ക് വി സെഡ് ഇൻ ദ ബിഗിനിങ്. നമ്മളെ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നതാണ് നമ്മളെ സെൽഫ് ഇമേജ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ വേ യു വ്യൂ യുവർ സെൽഫ്, നമ്മൾ എങ്ങനെയാണോ കാണുന്നത്. സെൽഫ് ഇമേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കാണുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, സപ്പോസ് ഞാനിപ്പോൾ പ്രൈവറ്റിൽ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ ഭയങ്കര എങ്ങനെ എക്സ്ട്രോവേർട്ട് രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നോളേജൊക്കെ അറിഞ്ഞ് അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കണമെന്നാണ് എൻ്റെ ഇതെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ പബ്ലിക്കലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എനിക്കൊരു സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഐ ആം സപ്പോസ് ടു ടോക്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഞാൻ ഒരാളെടുത്ത് പറയുമ്പോൾ രീതിയിൽ രണ്ട് വ്യത്യാസമല്ലേ. അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക, നമ്മളുടെ ആ ഒരു സെൽഫ് ഇമേജ്, നമ്മൾ വിചാരിക്കുന്ന സെൽഫ് ഇമേജ് അല്ലല്ലോ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് രീതിയിൽ കൊടുക്കണത്. ഇറ്റ്സ് മോർ ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു പൂച്ച ഉണ്ടെന്നായിരിക്കും, ആ ഒരു പൂച്ചക്ക് ഒരു ടെറിട്ടറി ഉണ്ടാവും. ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന ഓരോരോ പുറത്തുനിന്നൊക്കെ വരുന്ന പൂച്ചകൾ ഉണ്ടാവുമല്ലോ. ആ ഒരു പൂച്ച എപ്പോൾ നോക്കിയാലും ആ ഒരു ടെറിട്ടറിയുടെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ വീട് അല്ലെങ്കിൽ തൊട്ട് അപ്പുറത്തെ വീട് ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും ഇങ്ങനെ കിടന്ന് കറങ്ങുണ്ടാവുക. ബിക്കോസ് അതിൻ്റെ ആ ഒരു സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, ആ ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് ബിഗർ. അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ആ പൂച്ചയുടെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ആ പൂച്ചക്ക് കൂടുതലും മറ്റേ സ്ഥലത്തോട്ട് പോയിട്ട് ഫുഡ് കിട്ടാനോ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ വൈഡായിട്ട് ചിന്തിക്കാനുള്ളൊരിത് വേണം. അപ്പോൾ അതേ ടൈമിൽ വേറൊരു പൂച്ച ഉണ്ടെന്നായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും കവർ ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ച് നടക്കുന്ന ഒരു പൂച്ചയാണെങ്കിൽ വാട്ട് ഡു യു തിങ്ക്, ആ മറ്റേ നമ്മളെ വീട്ടിൽ നടക്കുന്ന പൂച്ചയായിരിക്കും അതോ മറ്റേ പൂച്ചക്കായിരിക്കും കൂടുതലും പൊട്ടൻഷ്യൽ ഉണ്ടാവുക? ഒബ്വിയസ്ലി മറ്റേ പൂച്ചക്കായിരിക്കും, ബിക്കോസ് അത് പല സ്ഥലത്തും പോയി ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലാണ്ട് അതിന് ആ ഒരു ചെറിയൊരു ടെറിട്ടറി മാത്രമല്ല. ഈ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് എ കേജ്. നമ്മളെ വിചാരിക്കുന്ന ഒരു ചെറിയൊരു രീതിയിലാണെങ്കിൽ യു വുഡ് ആക്ച്വലി ബി സ്മോൾ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ചെറിയ രീതിയാണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ചെറിയ രീതിയിലേ ഉണ്ടാവുള്ളൂ. സോ യു ആർ സപ്പോസ് ടു എന്താ പറയുക, നമ്മളെ വിചാരിക്കുന്ന രീതി നമുക്കത് വലുതാക്കി എടുക്കാൻ പറ്റണം. വാട്ട് യു വ്യൂ യുവർ സെൽഫ്, നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് അത് വലുതായിട്ട് കാണാൻ വേണം പഠിക്കാൻ. അതേപോലെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പഠിക്കണം. ജസ്റ്റ് വെറുതെ നമ്മൾ അതേപോലെ കണ്ടിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ഇൻ ടു വർക്ക്. നമുക്കത് വർക്കൗട്ട് ചെയ്ത് നമ്മളുടെ ലൈഫിലോട്ട് അത് കൊണ്ടുവരാൻ പറ്റണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെൽഫ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അത്യാവശ്യം എന്നോട് സംസാരിക്കുക അങ്ങനത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ കണ്ടാൽ പോലും യു ആർ സപ്പോസ് ടു പ്രാക്ടീസ് ദാറ്റ് വേ. നമ്മളുടെ ആ ഒരു ഹയർ സെൽഫ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ആ ഒരു ഹയർ സെൽഫിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആക്ട് ചെയ്യാൻ. യു ഹാവ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ് വേ. നമ്മൾ ആ ഒരു ഹയർ സെൽഫ് എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് പെർഫോം ചെയ്യുക, ആ ഒരു വ്യൂ ഉണ്ടാവില്ല. ആ ഒരു വ്യൂ നിങ്ങൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളെ എപ്പോഴാണോ ഏതൊരു ടൈമിലും അങ്ങനത്തെ ചെറിയൊരു ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ ആ ഒരു സെൽഫ് വ്യൂ എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി നമ്മളുടെ സെൽഫ് വ്യൂ അങ്ങനെ ഭയങ്കര ടോക്കറ്റീവ് ആണ്, കോൺഫിഡൻ്റ് ആണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കും, അങ്ങനത്തെ ഒരു കോൺഫിഡൻറ്റ് രീതിയിലാണ് നമ്മളുടെ അരുതെങ്കിൽ, ബട്ട് ആക്ച്വലി നമ്മൾ അങ്ങനെ അല്ല എങ്കിൽ യു ഹാവ് എ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പബ്ലിക്കലി പ്രസൻറ്റ് ചെയ്യുന്ന രീതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് ശരിയല്ലല്ലോ, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലോ നമ്മൾ പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കാര്യം റെഡിയാക്കി എടുക്കണമെങ്കിൽ യു ഹാവ് ടു ആക്ട് അക്കോർഡിംഗ്ലി. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു സംസാരിക്കണം, വെറും ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും യു ഹാവ് ടു ടോക്ക് ഇൻ ദാറ്റ് വേ. നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സെൽഫിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരാളെടുത്ത് സംസാരിക്കുക, എങ്ങനെയാണ് ഒരാളെടുത്ത് പെരുമാറുക, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. സോ ദാറ്റ് ഇവഞ്ച്വലി നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റും. നിങ്ങൾ ആ ഫ്യൂച്ചർ സെൽഫ് എങ്ങനെയാണോ ആ ഒരു സ്റ്റേറ്റിലോട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് യു വോണ്ട് നോ ലോങ്ങർ നീഡ് ടു എന്താ പറയുക, നമുക്ക് ആ ഒരു ആക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല.
യു വിൽ ബി ഇൻ ദാറ്റ് പൊസിഷൻ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പെരുമാറ്റമൊക്കെ ആ ഒരു രീതിയിലാവും. ഇൻ ദി എൻഡ് ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിലെത്തും. അതേപോലെ തന്നെ നമ്മളുടെ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ ബുക്കില്ലേ, ഇതിലും അതിനെപ്പറ്റി പറഞ്ഞു. ഇതിൽ പറയണത് നമ്മളുടെ ഹാബിറ്റ്സിനെ ബേസ്ഡ് ആയിട്ടാണ്. ബട്ട് അതിൽ ഔട്ട്കം ബേസ്ഡ് ഹാബിറ്റ്സ്, ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. എനിക്കത് കുറേയൊക്കെ ഒരു സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ സെൽഫ് ഇമേജിനെ പറ്റി കുറേയൊക്കെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനും കുറച്ചുകൂടെ സിമിലർ ആയിട്ട് തോന്നി. ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഔട്ട്കം ബേസ്ഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്കം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആക്ട് ചെയ്യുക. നമുക്ക് എന്താണോ ആവേണ്ടത് ആ ഒരു കാര്യത്തിൽ നിന്ന് ആലോചിച്ചിട്ടായിരിക്കും നമുക്ക് തുടങ്ങാം. പക്ഷേ അതിന് പകരം നമ്മൾ ആ ഒരു കാര്യം ആവണമെങ്കിൽ നമ്മൾ എന്താവണം, വാട്ട് വി ഷുഡ് ബിക്കം ടു ബിക്കം ദാറ്റ്, ആ ഒരു കാര്യം ഞാൻ ഇതിൽ കണ്ടു. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണണമെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ആക്ടിങ് ദാറ്റ് വേ. നിങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യണം. അതിനാണ് ഇതിൽ പറയേണ്ടത്. ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് ആയിട്ട് പെർഫോം ചെയ്യാണ്ട് സ്റ്റാർട്ട് പെർഫോമിങ് ഇൻ എൻ ഐഡൻറ്റിറ്റി വേ. നമ്മൾ ആ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്ത് ആ ഒരാളാവണമെങ്കിൽ നമ്മൾ ഐഡൻറ്റിറ്റി എന്താവണം, ആ ഒരു രീതിയിൽ വേണം നമുക്ക് നമ്മളുടെ ആ ഒരു സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആ 2 എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ആ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് ഈസ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഈസ് ദ കീ എന്ന് പറയില്ലേ, ഇറ്റ്സ് ദ ട്രൂത്ത്. സപ്പോസ് നിങ്ങളെടുത്ത് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്ലയൻറ്റ് വന്നു വിചാരിക്കും, അത്യാവശ്യം നല്ല പ്രൊപ്പോസലൊക്കെ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഒരു 5 അല്ലെങ്കിൽ 7 ആണെങ്കിൽ യു സ്റ്റിൽ മാനേജ് ടു ഡീൽ ദാറ്റ് ക്ലയൻറ്റ് വിത്ത് എ ലെവൽ ഓഫ് 9 അല്ലെങ്കിൽ 10. ആ ഒരു ലെവലിൽ നിങ്ങളുടെ ആ ഒരു ആക്ച്വൽ കോൺഫിഡൻസ് ലെവലിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഹയർ കോൺഫിഡൻസ് ലെവലിലായിരിക്കും നിങ്ങൾ ആളായിട്ട് ഡീൽ ചെയ്യുക. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ 5 ആയിരിക്കും, അത്യാവശ്യം മോശമില്ലാത്തൊരു കോൺഫിഡൻസ് ആണെന്നായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ യു വുഡ് സംഹൗ ബി മാനേജബിൾ ടു ടോക്ക് ടു ദറ്റ് പേഴ്സൺ ഇൻ എ ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. ആ ഓപ്പോസിറ്റ് ഉള്ള ഒരാളുടെ അടുത്ത് പോയി പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ആക്ച്വൽ കോൺഫിഡൻസിലായിരിക്കില്ല നിങ്ങൾ ഡീൽ ചെയ്യുക. യു വുഡ് ഹാവ് എ ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കപ്പോൾ എങ്ങനെയാണ് ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻസിലോട്ട് എത്താൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. you actually know how to deal that person with a higher level of confidence. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിന്ന് you would have a sudden shift to that higher level of confidence. ആ ഒരു നിങ്ങളുടെ ആ ഒരു ബേസ് ലെവലിൽ നിന്ന് ആക്ച്വൽ ലെവലിൽ നിന്ന് you would tap into that higher level of confidence. That same way goes for your career and business too. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് നിങ്ങളെ ആക്ഷൻ പാർട്ട്. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ബിലീഫ് മുതൽ ഈ കോൺഫിഡൻസ് വരെ വേണം ടു മേക്ക് അപ്പ് ദാറ്റ് കംപ്ലീറ്റ് പ്രോസസ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദ റൈറ്റ് ബിലീവ് വിൽ മേക്ക് ഷുവർ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് മൊമെന്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ടൈമിൽ യു വിൽ ബി ഹാവിങ് ഓപ്പർച്യൂണിറ്റീസ്. എല്ലാ സൈഡിൽ നിന്നും നിങ്ങൾ ആ ഒരു കറക്റ്റ് ബിലീഫ് ഉണ്ടെങ്കിൽ യു വിൽ ബി അറ്റ് ദ റൈറ്റ് പ്ലേസ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഭാഗത്തു നിന്നും ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും. ബട്ട് നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസ് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ടൈമിൽ ഒരു പ്രോപ്പർ സെൽഫ് ഇമേജ് ഇല്ലെങ്കിൽ യു വുഡ് സേ നോ ടു ദോസ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് കേജ്, നിങ്ങൾ ആ ഒരു കുഞ്ഞ് ടെറിട്ടറി, നിങ്ങൾ ആ ഒരു ചെറിയൊരു കേജിൻ്റെ ഉള്ളിലാണെങ്കിൽ പുറത്തുനിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ ഔട്ട് ഓഫ് യുവർ കേജ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ യു വുഡ് സേ നോ ടു ദം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എടുക്കില്ല. ആ ടൈമിൽ നിങ്ങളത് എടുക്കാത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് യു വുഡ് ബി അഫ്രൈഡ്. ബട്ട് ആ ഒരു ടൈമിൽ ഇഫ് യു ഹാവ് ദ റൈറ്റ് കോൺഫിഡൻസ്, ലൈക്ക് ഐ സെഡ്, നിങ്ങളുടെ ആ ഒരു ലെവൽ 5 നിന്ന് ഇഫ് യു ആർ ഏബിൾ ടു ടാപ്പ് ഇൻ ടു ദാറ്റ് ലെവൽ 9 or 10, നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ അല്ലെങ്കിൽ എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റീസിനോട് യെസ് പറഞ്ഞ് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് മേക്സ് ദ പ്രോസസ് കംപ്ലീറ്റ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ യു ഹാവ് ദ റൈറ്റ് ബിലീവ്, യു വിൽ ബി ഇൻ ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിലാകുമ്പോൾ യു സ്റ്റാർട്ട് അട്രാക്ടിങ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ യു ഹാവ് എ പ്രോപ്പർ സെൽഫ് ഇമേജ് അബൌട്ട് യു. നിങ്ങൾക്ക് ആ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഇമേജ് ഉണ്ടെങ്കിൽ ആൻഡ് ഓൾസോ ദ കോൺഫിഡൻസ്, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടെ ഉണ്ടാകുമ്പോൾ യു വുഡ് സേ യെസ് ആൻഡ് യു വിൽ സ്റ്റാർട്ട് അട്രാക്ടിങ് ദ തിങ്സ്. നിങ്ങൾക്ക് ഏത് ഡെസ്റ്റിനേഷനിലോട്ടാണോ എത്തേണ്ട ആ ഓരോ ഡെസ്റ്റിനേഷനിലോട്ട് എത്താനുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് വരും. You will act accordingly and you will finally reach that destination. അതേപോലെ തന്നെ ഇത് പറയുമ്പോൾ സം ഓഫ് ദ പീപ്പിൾ ആക്ച്വലി തിങ്സ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ വിചാരിക്കുക, അതേപോലെ തന്നെ അട്രാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റില്ല. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഞാൻ അത് പറഞ്ഞത് എനിക്കൊരു ഐഡിയ ഇല്ല. സ്റ്റിൽ ദർ ആർ പീപ്പിൾ തിങ്കിങ് ദാറ്റ് വെറുതെ ഇരുന്ന കാര്യങ്ങൾ കിട്ടും. യു ഹാവ് ടു ടേക്ക് ദി ആക്ഷൻ ഡ്യൂഡ്. നിങ്ങൾക്ക് നിങ്ങളിലോട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയുക ബെറ്റർ ആവാനുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളിലോട്ട് വരുമ്പോൾ യു ഹാവ് ടു ടേക്ക് ദി ആക്ഷൻ. യു ഹാവ് ടു എന്താ പറയുക അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ഇതിലോട്ട് എത്താൻ പറ്റൂല. മിക്ക ആൾക്കാരും പറയും എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അവരോട് ചോദിക്കുവാണെങ്കിൽ ദേ ഹാവ് ടേക്കൺ ദെയർ ആക്ഷൻ.
നിങ്ങൾ അവരോട് വെറുതെ ഇരുന്നിട്ടാണോ ആ ഒരു പൊസിഷനിലോട്ട് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ദേ വുഡ് സേ നോ. അവർ അതിനനുസരിച്ചുള്ള അവരിലോട്ട് വന്നിരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും ഈവൻ ദോ ദേ ഡിഡ്ന്റ് നോ അത് ചൂസ് ചെയ്ത വർക്കൗട്ട് ആവോ അല്ലെങ്കിൽ അത് റെഡി ആവോ എന്നൊന്നും അറിയാണ്ടും അവർക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും അവർ യെസ് പറഞ്ഞ് ഡീൽ ചെയ്തിട്ടാണ് അവർ ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിയിട്ടുള്ളത്. വേറെ ആരും എന്തൊക്കെ പറഞ്ഞ കാര്യമില്ല, വിത്തൗട്ട് പ്രോപ്പർ ആക്ഷൻ യുവർ മാനിഫെസ്റ്റേഷൻ വോണ്ട് വർക്ക്ഔട്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഈ എലിമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ആവണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ആക്ഷൻ അക്കോർഡിംഗ്ലി. അതിന് വേണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാക്ടീസ് അതൊരു വർക്കൗട്ട് ആവണമെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ്സ് ഓൺ പ്രാക്ടീസസ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് വേണം ആ ഒരു ലെവലിലോട്ട് എത്താൻ. അപ്പോൾ ആ ഓരോ പ്രോസസ്സും വർക്കൗട്ട് ആയി വരണമെങ്കിൽ ലൈക്ക് ഐ സെഡ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ ഒരു ഹയർ സെൽഫ് എങ്ങനെയാണോ സംസാരിക്കുക ആ രീതിയിൽ ഡീൽ ചെയ്യുക. നിങ്ങളുള്ള കോൺഫിഡൻസിൽ നിന്ന് ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻസിലോട്ട് ബൂസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്കം കിട്ടുള്ളൂ. ഞാൻ അത് പറയാനുള്ള റീസൺ വെച്ചാൽ ഞാൻ ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളുടെ എലമെന്റ്സും കാര്യങ്ങളും വീഡിയോ കഴിഞ്ഞ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇഫ് യു വോണ്ട് യു ക്യാൻ എക്സിറ്റ്. ബട്ട് ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി ഹൈലി റിലേറ്റബിൾ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനുള്ളൊരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് പേര് ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഡിസ്കഷനിൽ ഇല്ല. അപ്പം ഞാൻ എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ബട്ട് സ്റ്റിൽ അത് ഞാൻ കിടക്കണുണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കാൻ വിചാരിച്ച് ഞാൻ അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് ഞാനിങ്ങനെ ഫോർവേഡ് ചെയ്ത് പോയപ്പോഴേക്കും അതിൽ വേറൊരാളുടെ യൂട്യൂബിൻ്റെ ലിങ്ക് കിടക്കണം, ഒരു ട്രോൾ വീഡിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം ഞാൻ ആ ട്രോളും കാര്യങ്ങളൊന്നും തീരെ കാണാറില്ല. അപ്പം ഞാൻ എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ജസ്റ്റ് ഞാൻ എന്നാൽ പിന്നെ ഇയാൾ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി, ആ സ്റ്റോറി ഇട്ടേക്കുന്ന രീതി കണ്ടപ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ എടുത്ത് നോക്കാൻ തോന്നി. അങ്ങനെ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ ആ വീഡിയോ കണ്ടില്ല. ബട്ട് അപ്പോഴേക്കും അതിൻ്റെ താഴെ ഒരു സജഷൻ വീഡിയോ വന്നു, ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു നോളജബിൾ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുന്ന വിചാരിച്ച് ഞാൻ അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ അതിലോട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ആ ആളുടെ ഒരു മാസ്റ്റർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ് ബെറ്റർ ആക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഓരോ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മെയിലൊക്കെ ചെയ്യണമല്ലോ. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു മാസ്റ്റർ ക്ലാസ് പോലെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ആള് ചെയ്യേണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യം ഞാൻ കണ്ടു. അപ്പോൾ സംഭവം ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ആ ഒരു ഇതിലോട്ട് എത്തേണ്ട ആളായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അത് കണ്ട് അത് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് വേറെ ക്ലിക്ക് ചെയ്ത് അവസാനമാണ് ഞാൻ ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ഞാൻ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം കാണാൻ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ സ്റ്റേറ്റിലോട്ട് എത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം ഞാൻ അത് കാണാൻ. അപ്പം ഞാനതിന് നോ പറയാണ്ട് ഇതൊക്കെ എന്താണെന്നുള്ള പോലെ അത് മാറ്റിക്കളയാണ്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യേണ്ടത്. ഞാനത് എടുത്തു. എന്നിട്ട് അതിൽ ഞാൻ ജോയിൻ ചെയ്തുകൊണ്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ കിട്ടി. എനിക്കത് എടുത്തോണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. എന്നിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ അത് മെൻഷൻ ചെയ്തു, ഇത് ഇട്ട നന്നായി ഞാൻ മെൻഷൻ ചെയ്ത്. കാരണം എനിക്ക് എന്താ പറയുക, ഞാൻ ഇതുവരെ അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ആ ഒരു വീഡിയോ എനിക്ക് കുറേ മനസ്സിലായത്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മുന്നിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുമ്പോൾ അത് നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് വേണം നമ്മളത് മനസ്സിലാക്കാൻ. അത് എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും. ഇപ്പോൾ അവർ ചെറിയൊരു സ്റ്റോറി എന്നല്ല, ഡയറക്റ്റ് എനിക്ക് ആ ഒരു മാസ്റ്റർ ക്ലാസ്സിൻ്റെ കാര്യമല്ല വന്നത്. ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്ത് അങ്ങനെ പോയിട്ടാണ് ഞാൻ അതിലോട്ട് എത്തിയത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ സ്റ്റോറിയും പോയി ക്ലിക്ക് ചെയ്യണമെന്നല്ല, ബട്ട് ആ ഒരു ഇത് പ്രോസസ്സാണ്. ഞാൻ ആ ഒരു പോയ വഴിയാണ് ഞാൻ കാണിച്ചത്. നമുക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മളിലോട്ട് വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് എന്താ പറയുക, ഇപ്പോൾ ഒരു സ്റ്റഡി ബേസിസിലാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം പഠിക്കണം, നിങ്ങൾക്ക് ഒരു എക്സാം വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വന്നെന്ന് വിചാരിക്കും ഈവനിങ്ങിൽ. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് ആലോചിക്കാണ്ട്, എന്ന് വെച്ചാൽ വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് രീതിയിൽ ആലോചിക്കാണ്ട് ആ ഒരു എന്താ പറയുക സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു യൂട്ടിലൈസ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കുക, നിങ്ങൾക്ക് ഇന്നലെ അറിഞ്ഞതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു ദിവസം അറിയുമായിരിക്കുമല്ലോ. ചിലപ്പോൾ അന്ന് ആ ഒരു സ്പെഷ്യൽ ക്ലാസ്സിന് പഠിപ്പിക്കേണ്ട ക്വസ്റ്റ്യൻസ് വല്ലതും ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിൽ വരാൻ പോണത്. അപ്പോൾ അത് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മൂവ് ചെയ്താലേ നിങ്ങൾക്ക് എന്താ പറയുക ആ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ ക്ലാസ്സും കാര്യങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ നോളേജ് എനിക്ക് വരൂലല്ലോ. ഞാൻ ഇങ്ങനെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ആ നോളേജ് കിട്ടൂല. ഞാൻ അനുസരിച്ചിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടാണല്ലോ എനിക്ക് ആ കാര്യങ്ങൾ അറിയാൻ പറ്റിയതും എനിക്ക് ആ കാര്യങ്ങളിനി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ഒരു ആക്ഷൻ എടുത്തുകൊണ്ടാണ്. ലൈക്ക് ഐ സെഡ്, അപ്പം നമ്മൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരും. അതാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിലോട്ട് എത്താനുള്ള വഴികൾ നമുക്ക് നേച്ചറായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങളത് അതിനനുസരിച്ച് മൂവ് ചെയ്ത് സെലക്ട് ചെയ്ത് പോയില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റൂല. നമുക്കറിയാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് വരാം, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് നേച്ചർ ആ ഒരു ഇതിലോട്ട് എത്താനുള്ള ഒരു ചെറിയ സൈൻ തരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് അക്കോർഡിംഗ്ലി ആക്ട് ചെയ്ത് പോവുകയാണെങ്കിലേ നമുക്ക് ആ ഒരു
വർക്കൗട്ട് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞെന്ന് ഞാൻ വിചാരിക്കണം. ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തെടുക്കുക എന്ന് കുറച്ചെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾക്ക് എന്തായാലും പ്രോപ്പറായിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും, അത് യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യൂലല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ആക്ഷൻസ്. ബൈ.